ആശയം പി.ടി. തോമസ് സാർ പറയുന്നതും സജിത്ത് പറയുന്നതും സജിസാർ പറയുന്നതും സാർ പറയുന്നതും മുഴുവൻ മനുഷ്യരുടെ ബൈബിൾ ഇരിക്കുന്നു. ബൈബിള് പറയുന്നു ആത്മശോധന കഴിക്കണമെന്ന്. ഈ താങ്കളോട് ദൈവം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പറയുന്ന യേശുവിനെ സംബന്ധിച്ച് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ വചനം പറയുന്നു, പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചത് പോലെ ഇത് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ നടന്നത്. അന്ന് പാമ്പിനെ ഉപയോഗിച്ചു, ഇന്ന് താങ്കളെ ഉപയോഗിക്കുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. ശ്രദ്ധിക്കുക, ഇതുപോലെ ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് പൗലോസ് ഭയപ്പെട്ടു. അത് ഭയത്തിന്റെ കാരണവും തൊട്ട് താഴെ വിശദീകരിച്ചു. ഇങ്ങനെയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ പ്രാപിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത വേറൊരു സുവിശേഷമെങ്കിലും നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരികയോ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുക്കുന്നത് ആശ്ചര്യമെന്നല്ല, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അർത്ഥാൽ അതിനെ ശാസിച്ച് അതിനെ വെറുക്കേണ്ടതിന് പകരം പെന്തക്കോസ്ത് കോളത്തോട് എനിക്ക് ദയനീയമായി പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കൈയടിച്ച് പൊറുക്കുന്നത് ആശ്ചര്യപ്പെടുകയാണ്. ദൈവവും ആശ്ചര്യപ്പെടുകയാണ്. കാരണം ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ രാത്രിയിൽ വന്ന് വെളിപാട് കൊടുക്കുന്ന യേശു വേറൊരു യേശുവാണ്. 2, ഞങ്ങൾ പ്രാപിക്കാത്ത വേറൊരാത്മാവ് എന്ന് പറഞ്ഞാൽ കണ്ട വിച്ചുമ്പേയുമെല്ലാം ആത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, അഥവാ ഞാൻ പറയാത്തൊരു കാര്യം ഷമീർ വാഷു പറഞ്ഞു എന്നൊരാൾ എന്നെ കുറിച്ച് പറയുമ്പോൾ എന്റെ ഹൃദയത്തിലുണ്ടാകുന്ന വേദന എത്രമാത്രമാണോ, ഇതുപോലെയാണ് പൊതുവേദികളിൽ നിന്നുകൊണ്ട് ആത്മാവ് പറയുന്നു പറഞ്ഞുകൊണ്ട് താങ്കൾ പോലുള്ള പ്രഭാഷകർ ഉദ്ധരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കുകയില്ലെന്നുള്ള വചനം താങ്കൾ ഓർത്തിരിക്കുന്നത് നല്ലത്. 3, ഞങ്ങൾ പറയാത്ത വേറൊരു സുവിശേഷം, അഥവാ ഇന്ന് നിലവിൽ വന്നിരിക്കുന്ന കൃപയുടെ സുവിശേഷം. ഇത് 3 പൗലോസിന്റെ മുമ്പേ ഉള്ള ഭയത്തിന്റെ റിസൾട്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളോട് വിരാമം കുറിക്കുമ്പോൾ താങ്കളോട് വീണ്ടും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുന്നു. താങ്കൾ ഈ കൃപയുടെ ഈ മാർഗത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള പല പ്രസംഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് വളരെ ഇഷ്ടമായിട്ടുണ്ട്. വളരെയധികം ഞാനതിൽ സന്തോഷിച്ചിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിലേക്ക് എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, താങ്കൾ കഴിഞ്ഞ ടോക്ക് ഷോയിൽ പറഞ്ഞു ഞാൻ പെന്തക്കോസ്തുകാരനല്ല എന്നാൽ ഷമീർ എന്ന ഞാൻ പറയുന്നു ഒരു പെന്തക്കോസ്തുകാരൻ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ആ തരത്തിലേക്ക് പെന്തക്കോസ്തൽ ഉപദേശത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മടങ്ങി വരുന്നു എന്ന് പറയാൻ താങ്കൾ തയ്യാറാണെങ്കിൽ ഇരുകൈയും നീട്ടി താങ്കളെ സ്വീകരിക്കാൻ ആത്മീയകോളം റെഡിയാണ്. ഇനിയും വേദികൾ ഉണ്ടാകും, ഇനിയും പ്രസംഗിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ആ തരത്തിൽ താങ്കളെ ആരും തള്ളിക്കളഞ്ഞിട്ടില്ല. തികച്ചും സത്യസന്ധമായ അനുഭവത്തിലേക്ക് താങ്കൾ കടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ ആത്മീയഗോളത്തിന്റെ ഒരു പ്രതിനിധിയായി ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. അതിനുള്ളൊരു അവസരം ദൈവം താങ്കൾക്ക് തെരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വാക്കുകളൊന്ന് വിരാമം കുറിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണത്തിന് വേദിയൊരുക്കി തന്ന ഹാർവസ്റ്റ് TV, പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു, ഇവിടെ പല ആത്മീയ ചാനലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബിസിനസ്സിന് വേണ്ടി ഞാൻ ഇന്റർനെറ്റ് വഴി ഈ വിഷയത്തിലൊക്കെ പ്രതികരിക്കുമ്പോൾ പലരും പറഞ്ഞത് ചാനൽ വളരണമെങ്കിൽ ഇതുപോലുള്ള ആവിയൊരു പരിപാടികളൊക്കെ കാണിച്ചേ പറ്റൂ എന്നാണ് ചില വ്യക്തികൾ എന്നോട് പ്രതികരിച്ചത്. ഞാൻ അവരോട് പറഞ്ഞത് ചാനൽ വളരാനാണെങ്കിൽ അടുത്ത വർഷത്തെ മകരവിളക്ക് ലൈവായിട്ട് സംപ്രേഷണം ചെയ്താൽ മതി. ചാനൽ വളരാനാണെങ്കിൽ കോഴിക്കോട് നല്ല കാക്കാമാരുടെ പ്രസംഗമുണ്ട്, 2 എപ്പിസോഡ് ഇട്ടാൽ മതി, ചാനൽ വളരും. എന്നാൽ ദൈവത്തോട് നീതി പുലർത്തണം എന്ന നിലയിൽ ഒരു ചാനലുകളും ചെയ്യാൻ തയ്യാറാകാത്ത ഈ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഈ ഹാർവസ്റ്റ് ചാനൽ തയ്യാറായതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിച്ച് വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2ാമത്തെ എപ്പിസോഡ് ദൈവമക്കളായ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദയവായി നിങ്ങൾ ഫോൺ ചെയ്യുകയും ഇമെയിൽ വഴിയായി ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. പ്രിയ സജു ബ്രദർ ഇന്ന് സ്റ്റുഡിയോയിലുണ്ട്. സജു ബ്രദറിനോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഡിസൈപ്പിൾഷിപ്പ് എന്ന വിഷയം ചർച്ചയിൽ പ്രധാനമായി വന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചീപ്പ് ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു ടേം ഒരു ജർമ്മൻ തിയോളജനായിരുന്ന ഡിട്രിച്ച് ബോൺഹോഫർ തൻ്റെ ഒരു 1937 പബ്ലിഷ് ചെയ്ത ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന ബുക്കിൽ അദ്ദേഹം കോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോൺഹോഫർ ഈ ചീപ്പ് ഗ്രേസ്
എന്ന് വിളിക്കുന്നത് ദ പ്രീച്ചിങ് ഓഫ് ഫോർഗിവ്നെസ് വിത്തൗട്ട് റിക്വയറിങ് റിപ്പൻറ്റൻസ്. അതാണ് ഒന്ന്. രണ്ട്, ബാപ്റ്റിസം വിത്തൗട്ട് ചർച്ച് ഡിസിപ്ലിൻ, കമ്മ്യൂണിയൻ വിത്തൗട്ട് കൺഫെഷൻ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് ചീപ്പ് ഗ്രേസ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു അനുഭവം പറയാം. ഞാൻ അവിടുത്തെ കൺവെൻഷനെ പ്രസംഗിക്കാൻ പോയി. കോട്ടയത്തിനടുത്ത് മാനസാന്തരമാണ് പ്രസംഗിച്ചത്. പ്രസംഗിച്ച് കഴിഞ്ഞ് ഓൾട്ടർ കോൾ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് യോഗം സമാപിച്ച് ഞാൻ വെളിയിൽ വരുമ്പോഴാണ് ഒരു ആൾ, അദ്ദേഹം ഒരു ഗ്രേസ് മൂവ്മെൻറ്റിൽപ്പെട്ടയാളാണ്, എന്നോട് വന്ന് വളരെ ശക്തിയോട് പറഞ്ഞു ഞാൻ മാനസാന്തരം പ്രസംഗിക്കരുത് എന്ന്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ വളരെ അതിശയത്തോട് ചോദിച്ചു, ബ്രദറെ ബൈബിളിൽ അങ്ങനെയൊക്കെയല്ലേ എഴുതിയിരിക്കുന്നത്? അത് അദ്ദേഹത്തിന് സമ്മതിക്കാൻ കഴിയാതെ മാനസാന്തരം എന്ന ടോപ്പിക്കിനെ അദ്ദേഹം ആ സമയത്ത് ഖണ്ഡിച്ചു. അത് എൻ്റെ അനുഭവമാണ്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് അനുസരിച്ച് ഞാൻ അദ്ദേഹത്തോട് ആ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ശ്രമിച്ചു. അദ്ദേഹം എൻ്റെ ടെലിഫോൺ നമ്പറൊക്കെ എടുത്തു. പിന്നീട് അദ്ദേഹം ഫോൺ ചെയ്തില്ല. സജു ബ്രദറെ, ഈ മാനസാന്തരം, അതുപോലെ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവം, ശിഷ്യത്വം എന്നൊക്കെയുള്ള കാര്യം വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതും അറിയേണ്ടതുമായ കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും. ഇതിനകത്തെ ഒരു വലിയൊരു തമാശ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ജോസഫ് പ്രിൻസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഗ്രേസ് ഇതിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു യുവാവ് നമ്മുടെ ഒരു ബ്രദറിനോട് പറഞ്ഞു, അത് സായിച്ചാനുമൊക്കെ പറയുന്നത് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ്, പക്ഷേ അതിനപ്പുറത്തൊരു സ്റ്റേജ് ഉണ്ട്. അതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പലരും അറിയുന്ന ഒരു മലയാളി സഹോദരൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു. ഡിസൈപ്പിൾഷിപ്പ് കഴിഞ്ഞിട്ടൊരു സൺഷിപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു തിയോളജിയാണ് അവർ പറയുന്നത്. അത് ഈ ഗ്രേസ് മൂവ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇന്നത്തെ ചർച്ചയിൽ വന്നില്ലെങ്കിലും ആ ചർച്ചയിൽ നിന്ന് അവോയ്ഡ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അല്ല, തീർച്ചയായിട്ടും ചർച്ച, ഞാൻ പാസ്റ്റർ തന്നെ പറഞ്ഞതുപോലെ ഇതിപ്പം നമ്മളൊരു സൗഹൃദ സംഭാഷണം. സജിത്ത് എന്ന് പറയുന്ന സഹോദരൻ, നമ്മൾ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാനും അതല്ലാതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചു. നമുക്ക് അങ്ങനെ ഒരു അജണ്ടയേ ഇല്ല. അത് തന്നെയല്ല, ഐ ലവ് ഹിം. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അതെ, തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു പരിധി വരെ ഇവിടെ വെച്ച് കണ്ണന പ്രസംഗത്തിന്റെ ഒരു സ്റ്റൈലിലല്ല ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ടാണ് ഈ പാസ്റ്റർ പറഞ്ഞ പോലെ ഇതൊരു തുടക്കം മാത്രമാണ്. നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അതെ, നാളെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പഴുതടച്ചുകൊണ്ട് ചെയ്യാനല്ല നമ്മളിത് ചെയ്യുന്നത്. അതെ. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ സമയത്തിൻ്റെ പരിമിതിയിലെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഇദ്ദേഹം ഈ പയ്യനെ നമ്മുടെ ബ്രദറിനോട് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത്, ഈ സൈച്ചാനൊക്കെ പ്രസംഗിക്കുന്ന ഇതിന് ഡിസൈപ്പിൾഷിപ്പിന് അപ്പുറത്തൊരു ഇതുണ്ട്, സൺഷിപ്പ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഇവിടുത്തെ കണ്ടുപിടുത്തമൊന്നുമല്ല. ജോസഫ് പ്രിൻസ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു മെസ്സേജ് വീഡിയോ തന്നെ ഉണ്ട്. ഓക്കെ, ജോസഫ് പ്രിൻസിൻ്റെ ഇതുണ്ട്. ജോസഫ് പ്രിൻസ് പറയുന്നത് ഡിസൈപ്പിൾഷിപ്പിന് കഴിഞ്ഞിട്ടാണ് സൺഷിപ്പ് ഉണ്ടാകുന്നത്. അതെന്തൊരു വിപരീതമായ വേദപുസ്തക ചിന്തയാണ്. കാര്യം വാസ്തവത്തിൽ സൺസ് അല്ലേ ഡിസൈപ്പിൾ ആകുന്നത്? തീർച്ചയായിട്ടും. വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാവുകയല്ലേ. വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ശിഷ്യനാകാൻ പറ്റുന്നത്? ശിഷ്യനായി, അതായത് ഇതിനകത്തൊരു പ്രശ്നം ജോസഫ് പ്രിൻസ് പറയുന്നത്, പോള് അനുകരിക്കാൻ പറഞ്ഞില്ലെന്നൊക്കെയാണ്. അങ്ങനല്ല, പോള് എന്നെ അനുകരിപ്പീൻ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ. അതുകൊണ്ട് പറഞ്ഞാൽ ജോസഫ് പ്രിൻസിന്റെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഇദ്ദേഹം ശ്രദ്ധിക്കുന്നില്ലേ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. അദ്ദേഹം 3-4 വാക്യങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ എടുക്കുന്നു എന്നുള്ളതല്ല, അതിനപ്പുറത്തെ ഇപ്പുറത്തെ കാര്യങ്ങളൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജോസഫ് പ്രിൻസ് പറഞ്ഞ ആ വീഡിയോ യൂട്യൂബിൽ ഉണ്ടായിരുന്നതിന് ഞാൻ ഒരു റിപ്ലൈ വേറൊരു വീഡിയോ ഇട്ടു. ഓക്കെ, അതോടുകൂടെ മറ്റേ വീഡിയോ അവരെടുത്ത് ഈ ഇട്ട ആള് എടുത്തു കളഞ്ഞു യൂട്യൂബിനകത്തുനിന്ന്. കാര്യം മുകളിലും താഴെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് അതാണ് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. ആൻസർ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം. ഞാനൊരു ഫേസ്ബുക്കറോ ഇങ്ങനെയുള്ള ആളോ ഒന്നും അല്ല. അതുകൊണ്ട് എനിക്ക് അത്രയും വലിയ, പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാനത് ചെയ്തതാണ്. ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് അതായത് ക്രിസ്ത്യാനി ആയതിനു ശേഷം ഉണ്ടാകുന്നതുമല്ല. അങ്ങനെയും ചിലർ ധരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആ കോളിൽ കർത്താവ് വിളിക്കുന്നത് തന്നെ ശിഷ്യരാകാനാണ്. തീർച്ചയായിട്ടും. അതായത് നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മാനസാന്തരപ്പെടുന്നു. എൻ്റെ പാപങ്ങളെ അനുതപിച്ച് ഞാൻ ഏറ്റുപറയുന്നു. യേശുവിനെ ഞാൻ കർത്താവായി സ്വീകരിക്കുന്നു. അതെ,
യേശു എന്നെ അത് തന്നെ ഒരു പ്രധാനപ്പെട്ട ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നിയന്ത്രണം പിന്നെ നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു, അവന്റെ ശിഷ്യനായി തീരുന്നു. അപ്പോൾ ഈ ജോസഫ് പ്രിൻസ് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഡിസ്കഷനിലൊന്നും ഇതൊന്നും തീരുന്ന കാര്യങ്ങളല്ല എന്ന് പറയാനുള്ള ഒരു കാര്യം അതാണ്. ഇപ്പം യേശുവിനെ റബ്ബി അല്ലെങ്കിൽ ഇപ്പം ശിഷ്യൻ ഗുരു എന്ന് വിളിക്കുന്നതും ഗുരു എന്ന് ശിഷ്യന്മാർ വിളിക്കുന്നതും മറ്റുള്ളവർ ഗുരു എന്ന് വിളിക്കുന്നതാണ് രണ്ട് വാക്കുകളാണ്. റബ്ബി എന്ന വാക്ക് പോലും അല്ല, ഇപ്പം റബി എന്ന വാക്കല്ല പലപ്പോഴും ശിഷ്യന്മാർ ഉപയോഗിക്കുന്നത്. വന്ന ആളുകളൊക്കെ വിളിക്കുന്ന റബി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അത് ഗുരു എന്നുള്ള അർത്ഥത്തിൽ പറയുന്നെങ്കിൽ ശിഷ്യന്മാർ വിളിക്കുന്നത് മാസ്റ്റർ എന്ന വാക്ക് തന്നെയാണ്, ലോർഡ് എന്ന വാക്ക് തന്നെയാണ്. ഈവൻ പീറ്റർ ആണെങ്കിലും ആദ്യം റബി ഗുരു എന്ന് വിളിക്കുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിളിക്കുന്നത് മാസ്റ്റർ എന്നാണ്, ലോർഡ്. ആ ലോർഡ്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് വാസ്തവത്തിൽ ഡിട്രിച്ച് ബോണോഫർ പറഞ്ഞത്. അത് അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ഗ്രേസ് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗ്രേസ് ആണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ആദ്യം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതെല്ലാം ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ്. തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം വിട്ടുള്ള ഒരു പരിപാടിക്കും അപ്പോസ്തലന്മാർ നിന്നിട്ടില്ല. അവരെപ്പോഴും യേശുവിനെ പരിചയപ്പെടുത്തിയത് ലോർഡ് എന്ന നിലയിലാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് തന്നെയല്ല നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി പറയുന്ന കാര്യം അവിടെയും പറയുന്നത് യേശുവിനെ കർത്താവായി വായിക്കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് തന്നെ ലോർഡ്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അതെ 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 അല്ലാതെ രക്ഷിക്കപ്പെടും ഇത് പലപ്പോഴായിട്ട് നടക്കുന്നതല്ല ഇതിനകത്തെ അർത്ഥം, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതായിരിക്കും. വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നത് തന്നെ ഒരു റോങ് ഫുട്ടിങ്ങിലായി പോയി. അവിടെയാണ് പ്രശ്നം. കാരണം അടിസ്ഥാനപരമായി തന്നെ തെറ്റി. നമ്മൾ അറിയിക്കുന്ന സുവിശേഷം പലരും ഇത് അറിയിക്കുമ്പോൾ ജീസസിനെ ഒരു മിറക്കിൾ വർക്കറായിട്ടോ ജീസസിനെ വേറെ എന്തെങ്കിലും ഒരു നിലയിൽ അവതരിപ്പിച്ച് ഇന്ന് രാത്രി ആരുണ്ട് എന്ന് പറയുമ്പോൾ കൈപൊക്കുന്നു. അവർക്ക് ലോർഡ്ഷിപ്പോ ഡിസൈപ്പിൾഷിപ്പോ ഒന്നുമായിട്ട് ബന്ധമില്ല. എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, മറ്റൊരു സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ശരിക്കും നമ്മൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ നാഥനും കർത്താവുമായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ് രക്ഷിക്കപ്പെടുമ്പോൾ. അതാണ് വാസ്തവത്തിൽ സുവിശേഷത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടേണ്ടത്. അതിന് മാനസാന്തരം ആവശ്യമാണ്, വിശ്വാസം ആവശ്യമാണ്, ഇതെല്ലാം അതിനകത്ത് ആവശ്യമാണ്. മാനസാന്തരം വേണ്ട എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അതൊരു വലിയ അബദ്ധ ചിന്തയാണ്. അവിശ്വാസിക്കുന്ന ആളുകൾ മാനസാന്തരപ്പെട്ടാണ് കർത്താവിലേക്ക് തിരിയുന്നത്. വിശ്വസിക്കുന്നവർക്കും അകത്തു വന്നവർക്ക് വിശുദ്ധനായ ശേഷവും മാനസാന്തരം വേണം. കർത്താവായ യേശുക്രിസ്തു 7 സഭകളോട് വെളിപ്പാട് പുസ്തകത്തിൽ ദൂത് പറയുമ്പോൾ അതിനെ 5 സഭകളെ റിബ്യൂക്ക് ചെയ്തുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. 7ാമത്തെ സഭയാകുന്ന ലവോദിക്ക സഭയോടുള്ള ദൂതിലും റിപ്പന്റ് എന്നാണ് പറയാനുള്ളത്. മാത്യു 4:17 കർത്താവിന്റെ പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ റിപ്പന്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് അറ്റ് ഹാൻഡ്. അപ്പോസ്തലന്മാരെല്ലാം പ്രസംഗിച്ചത് റിപ്പന്റ് എന്നാണ്. അവിശ്വാസിയോടും വിശ്വാസിയോടും ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത് ടു റിപ്പന്റ്. പാപം എവിടെയുണ്ടോ അവിടെ മാനസാന്തരത്തിന്റെ ദൂത് ആവശ്യമാണ്. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പം ഈ കർത്താവ് പ്രസംഗിച്ച് തുടങ്ങിയതും മാനസാന്തരമാണ്, കർത്താവ് പ്രസംഗിച്ച് അവസാനിപ്പിച്ചതും മാനസാന്തരമാണ് വെളിപ്പാട് പുസ്തകത്തിൽ. അതെ, അതുകൊണ്ട് ഈ നോൺ ബിലീവേഴ്സിനും ബിലീവേഴ്സിനും ഒരുപോലെ ആവശ്യമാണ്. ഒന്ന്. രണ്ടാമത് ഈ ഞാൻ പറഞ്ഞല്ലോ, പുത്രത്വം ഇല്ലാതെ ഒരാൾക്ക്, പുത്രനാകാതെ ഒരാൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. കാര്യം ജനനം കൊണ്ട് മാത്രമേ ദൈവരാജ്യത്തിൽ സിറ്റിസൺഷിപ്പ് കിട്ടത്തുള്ളൂ. അതെ, അത് നമ്മൾ ദൈവത്തിന്റെ മകനായിക്കൊണ്ടാണ്. അവൻ പുത്രനും ശിഷ്യനുമാണ്, അല്ലാതെ ശിഷ്യനായി ആയി ഒടുവിൽ പുത്രനാവുകയല്ല, ഒരിക്കലുമല്ല. പിന്നെ ഇവർക്കുണ്ടായ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ അനുകരണം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ഞാനിപ്പം എനിക്കൊരു ഹീറോ ഉണ്ടെങ്കിൽ ആ ഹീറോയെ ഞാൻ അനുകരിക്കുന്നു. പക്ഷേ എനിക്ക് പുറത്തു നിന്ന് അനുകരിക്കാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ജീനുകളൊന്നും എന്നിലൂടെ പകർന്നു കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ മകൻ എന്നെ അനുകരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് നോക്കിയിട്ട് അപ്പൻ നടക്കുന്ന പോലെ നടക്കുന്നൊന്നുമല്ല. അവൻ നടക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പൻ നടക്കുന്നത് പോലെ ഒക്കെ ആയിപ്പോവും. കാര്യം എൻ്റെ വിത്ത് അവനിലുണ്ട്. അതെ. അപ്പം പിന്നെ എന്നെ ഒരു എൻ്റെ മകൻ അനുകരിക്കുന്നതും എന്നെ അയൽവക്കക്കാരൻ അനുകരിക്കുന്നതിനാണ് രണ്ടായിട്ടാണ്. എന്നതുപോലെ യേശുവിന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ മനസ്സിൽ കിടക്കുന്നത് ശിഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് നിന്ന്
അനുഗമിക്കുന്നവരെന്നുള്ള നിലയില്ല. അങ്ങനെയല്ല, മക്കളാണ്. ശിഷ്യൻ മകനുമാണ്, മകൻ ശിഷ്യനുമാണ്. അതെ, ആദ്യമാകുന്നത് മകനാണ്. മകനായതിനു ശേഷമാണ് ജനിക്കുന്ന ഒരു കുഞ്ഞാണ് വളരുന്നത്. അതെ, ആ ജനിക്കുന്ന കുഞ്ഞ് യേശു ക്രിസ്തു എന്ന പിതാവിനെ അനുകരിക്കുന്നത് അവൻ്റെ ഉള്ളിലുള്ള ശക്തി കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാണ് കൃപ. അതെ, അതായത് അവന്റെ വിത്ത് എന്നിൽ, ഞാൻ കൃപയാലാണ് അനുകരിക്കുന്നത്. അതെ, ഞാൻ കൃപയുടെ സുവിശേഷകനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും യെസ്, ഞാനും കർത്താവിന്റെ കൃപയെ കുറിച്ചാണ് പ്രചരിപ്പിക്കുന്നത്. അതല്ലാതെ പിന്നെന്താണ്? അതെ. അപ്പൊ ഞാൻ ഇവരോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രസംഗകൻ ഇവാഞ്ചലിക്കൽ ചർച്ചസിലെ, പെന്റിക്കോസ്റ്റൽ ചർച്ചസിലെയോ ഇൻക്ലൂഡിങ് എപ്പിസ്കോപ്പൽ ചർച്ചസിലെയോ ഒരു ഇവാഞ്ചലിക്കൽ പ്രീച്ചർ ആരെങ്കിലും ഒരാൾ പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടാമെന്ന് ഇന്ന് വരെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ച് കേട്ടിട്ടില്ല. അതെ, എല്ലാവരും കൃപയാണ് പ്രസംഗിക്കുന്നത്. അതെ, പിന്നെ ഇവർ മാത്രം കൃപ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതെ, അല്ലേ? എല്ലാവരും കൃപയുടെ സുവിശേഷമാണ്. ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിച്ച് കർത്താവിന്റെ ലോർഡ്ഷിപ്പിൽ നിൽക്കണോ വേണ്ടായോ എന്നുള്ളതാണ് വ്യത്യാസം. പ്രധാനപ്പെട്ട വിഷയം അത്രയേ ഉള്ളൂ. എന്ന് തന്നെയല്ല, അവരും ലോർഡ്ഷിപ്പ് എന്ന് പറയുന്നില്ല, അവർ പറയുന്നത് വേറെ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എൻ്റെ അനുകരിക്കുന്നു എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതല്ല, ഇതിനകത്ത് ഉള്ള ഒരു കാര്യം, എനിക്കൊരു തെറ്റ് പറ്റിയാൽ ഞാൻ ഏറ്റു പറയണ്ടെന്നാണ് ജോസഫ് പ്രിൻസ് പഠിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ബിബ്ലിക്കലല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചയിലെ ഒരു ഭാഗത്ത് പിരി തോമസ് സാറ് അത് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് അദ്ദേഹം വചനമെടുത്ത് അദ്ദേഹം ആ കാര്യം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കൺഫെസ് ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഗമാണ്. ഇതിനകത്ത് ഒരു പ്രശ്നം പാസ്റ്ററെ, നമ്മൾ ഇവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇപ്പം ഈ പരസ്യമായിട്ട് പലപ്പോഴും ഇപ്പോൾ പറയാൻ അവർക്ക് ഇച്ചിരി മടിയുണ്ട്. കാര്യം മറ്റ് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണത്തിന്റെ പ്രശ്നം കൊണ്ട് പരസ്യമായിട്ട് പറയാൻ പലർക്കും മടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോസഫ് പ്രിൻസിന് അയാൾക്ക് കുറച്ചുകൂടെ അനുയായികളുള്ളതുകൊണ്ടായിരിക്കും അയാൾക്ക് പറയാനും മടിയില്ല. അയാൾ പറയുന്നത് ഒന്ന്, പഴയ നിയമം വേണ്ട, പുള്ളിക്ക് പഴയ നിയമം വേണ്ട, അത് തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പുതിയ നിയമത്തിൽ തന്നെ യേശുവിൻ്റെ ഉപദേശങ്ങൾ വേണ്ട, കാരണം യേശു ഒരു യഹൂദ റബിയായിരുന്നു. ഗിരിപ്രഭാഷണവും വേണ്ട, ഒന്നും വേണ്ട. അതൊക്കെ എന്ന് പറയുന്നത് എൻ്റെ പ്രിയ ദൈവമക്കളെ ഫോൾസ് ടീച്ചിങ് ആണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് അന്ത്യ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവർ വെളിപ്പെടും. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ഗിരിപ്രഭാഷണം വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ how can somebody accept that person? He is a false teacher. കർത്താവ് ആ വചനത്തിൽ ഒരു ശിഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ആരെങ്കിലും ഒരാൾ അത് വേണ്ട, അത് പുതിയ നിയമ വിശ്വാസിക്ക് ആപ്ലിക്കബിൾ അല്ലെന്ന് പറഞ്ഞാൽ the person doesn't believe in Jesus, he doesn't believe in the word of God. ഇനി മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിലാണല്ലോ കൺഫസ് ചെയ്യുന്ന കാര്യം പറയുന്നത്. അതിനെക്കുറിച്ച് ജോസഫ് പ്രിൻസിനോട് ചോദിച്ചപ്പോഴത്തെ ജോസഫ് പ്രിൻസ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ 1-ാം അധ്യായം നോസ്റ്റിക്സിന് വേണ്ടിയും 2 മുതലുള്ള അധ്യായങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതാണെന്ന്. അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ വ്യക്തിപരമായി അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നു. സാധുക്കളായ അനുയായികൾ ഇതെല്ലാം കൂടെ ഗൾപ്പ് ഡൗൺ ചെയ്യുന്നു. ബൈബിളിലെ ആദ്യത്തെ 2 നോസ്റ്റിക്കിനും അടുത്ത 2 മറ്റൊരാൾക്കും. ഇതൊക്കെ വേറെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചെലവഴിക്കാം. ഇതൊന്നും ബിബ്ലിക്കൽ ബേസ്ഡേ അല്ല. എൻ്റെ പ്രിയ ദൈവമക്കളെ, കാലം ഏറ്റവും അവസാനത്തിലായിരിക്കുകയാണ്. ആരും നമ്മളെ തെറ്റിക്കരുത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവവചനം പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം, പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ഇറ്റ് ഈസ് ഡിസെപ്ഷൻ, ഡിസ്റ്റോർട്ടിങ് ദ ട്രൂത്ത് ഓഫ് ഗോഡ്സ് വേർഡ്. ആരും അതിനകത്ത് കുടുങ്ങിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കാൻ വിശേഷാൽ ദൈവസ്നേഹത്തിൽ കർത്താവിൻ്റെ ദാസന്മാരായ ഞങ്ങൾ നിങ്ങളോട് അപ്പീൽ ചെയ്യുകയാണ്.